ഹലോ ഗായ്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതുത്ത വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു വിഷയമാണ്. പലരും ചോദിച്ചതാണ്, ഈച്ചയെ ഒഴിവാക്കാനുള്ള ടിപ്പ് വല്ലതുണ്ടോ എന്നുള്ളത്. ഈച്ച വേനൽക്കാലത്തും മഴക്കാലത്തും ഒരുപോലെ ശല്യം ഉണ്ടാക്കുന്നതാണ്. പക്ഷെ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ രോഗങ്ങൾ കൊണ്ടുവരുന്ന ഒരു പ്രാണി ഈച്ചയാണ്. അപ്പോൾ ഈച്ചയെ മാക്സിമം എല്ലാവരും ഒഴിവാക്കാൻ ശ്രമിക്കുക. അപ്പോൾ പല കെമിക്കലുള്ള മരുന്നുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾക്ക് നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് ടിപ്സ് ഉണ്ട്. നമ്മൾ ആ ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഈച്ചയെ ഒഴിവാക്കുന്ന ടിപ്സുകൾ വളരെ കുറവാണ്. അപ്പോൾ ഇനി മുതൽ നിങ്ങളുടെ വീട്ടിലും ഈച്ച ശല്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ടിപ്സ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ ടിപ്സ് എന്ന് നോക്കാം. നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം. ഏറ്റവും കൂടുതൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന പ്രാണിയാണ് ഈച്ച. ഈച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ഇൻഫെക്ഷൻസും ഉണ്ടാക്കുന്ന ഒരു പ്രാണിയും കൂടിയാണ്. അതുപോലെ തന്നെ പകർച്ചവ്യാധിയും ഏറ്റവും കൂടുതൽ ഈച്ച, കൊതുക് തുടങ്ങിയ പ്രാണികളിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രണ്ട് കിടിലൻ ടിപ്സുകളാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. വലിയ ചിലവൊന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് 2 ഗുളികയാണ്. അത് നിങ്ങൾ ഉപയോഗിക്കുന്നതാണെങ്കിലും കുഴപ്പമില്ല, ഇല്ലെങ്കിൽ എക്സ്പയറി ആയ ഗുളികകളാണെങ്കിലും ഒരു വിഷയമില്ല. പനിക്കുള്ള 2 ഗുളിക എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഗുളിക ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പൊ 2 ഗുളികയും നല്ല രീതിയിൽ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലോട്ട് ഇതുപോലെ പൊട്ടിക്കൊടുക്കാം. ഈ ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയന്റ് വെച്ച് ചെയ്യുന്നതാണ്. നല്ല യൂസ്ഫുൾ ആയ ടിപ്പാണ് കേട്ടോ. ഗുളിക പൊടിച്ചതിലോട്ട് ഒരു ലൈറ്റ് ചൂടുവെള്ളം ഒഴിക്കുന്നത് കേട്ടോ. കെമിക്കൽ റിയാക്ഷൻ കൂടുതൽ നടക്കുന്നത് എപ്പോഴും ചൂടുവെള്ളം ഒഴിക്കുന്ന സമയത്താണ്. അത്യാവശ്യം ചൂടുവെള്ളത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ മിക്സായി കിട്ടും. അപ്പോൾ ഗുളിക നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഐറ്റം കൂടി ചേർക്കാൻ പോവാണ്. അപ്പോൾ അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ടിപ്സുകളിലും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് വിനീഗർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചിട്ട് വൈറ്റ് വിനീഗർ. ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ വിനീഗറും കൂടി ഒഴിക്കാം. ഇപ്പൊ പലരും വിനീഗറും വെച്ച് മാത്രം ഈച്ച ഒഴിവാക്കാൻ വേണ്ടി ടിപ്പ് ചെയ്യാറുണ്ട്. അതിനേക്കാളും നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് നമുക്ക് ആവശ്യമുള്ളത് 2 ഗുളികയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ. വിനീഗറും കൂടി ചേർത്തിയപ്പോൾ ഇതിന്റെ കളറിന് നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ നിലമൊക്കെ തുടയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ ഒരു നിശ്ചിത ക്വാണ്ടിറ്റി ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ തുടയ്ക്കുന്ന വെള്ളത്തിൽ ചേർത്ത് കഴിഞ്ഞ് തുടയ്ക്കുകയാണെങ്കിൽ കൊതുകിന്റെ ശല്യം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ നമ്മൾ കിച്ചണൊക്കെ തുടയ്ക്കുന്നെങ്കിൽ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി, എക്സ്ട്രാ വെള്ളത്തിന്റെ ആവശ്യമില്ല. ഇത് നിങ്ങൾ മാക്സിമം ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇനി വേറെ ഒരു ടിപ്പും കൂടി ഉണ്ട്. വ്യത്യസ്തമായ ഇൻഗ്രീഡിയന്റ് വെച്ചിട്ടാണ് ആ ഒരു ടിപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇത് നമുക്കവിടെ മാറ്റി വയ്ക്കാം. അടുത്ത ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. രണ്ടാമത്തെ ടിപ്പിന് നമ്മൾ ഉപയോഗിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരങ്ങയാണ്. ഫിനോലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നാരങ്ങയുടെ ഒരു ചിത്രമുണ്ട്. കാരണം നാരങ്ങയുടെ സ്മെൽ എന്ന് പറഞ്ഞാൽ ഒരു 90% പ്രാണികൾക്കും ഇഷ്ടമല്ലാത്തൊരു ഫ്ലേവറാണ്. രണ്ടാമത്തെ ടിപ്പിന് നമ്മൾ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നാരങ്ങ ഒരു 3-4 ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ട് മുറിച്ചിട്ടുണ്ട്. നമ്മളിതുപോലെ ടിപ്പ് ചെയ്യുന്ന സമയത്ത് നാരങ്ങ വെറുതെ പിഴിഞ്ഞെടുക്കുന്നതിനേക്കാളും എഫക്റ്റാണ് ഇതുപോലെ വെള്ളത്തിലിട്ടൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഫുള്ളായിട്ടുള്ള എസെൻസ് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ എത്രയൊക്കെ പിഴിഞ്ഞാലും നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള ഒരു നീര് മാത്രമേ കിട്ടുള്ളൂ. നമുക്ക് തൊലിപ്പുറത്തുണ്ടാവുന്ന സിട്രിക് ആസിഡ് ഒന്നും നമുക്ക് ഒരിക്കലും കിട്ടില്ല. നീര് മാത്രം എടുക്കാതെ തൊലിയോടെ നമ്മൾ വെള്ളത്തിലിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഒരുപാട് തിളക്കേണ്ട കാര്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോൾ തന്നെ നമുക്ക് ആ ലെമണിൻ്റെ തൊലിയുടെ കളർ മാറുന്നതാണ്. ആ സമയത്ത് നമുക്കൊന്ന് ഓഫ് ചെയ്യാം കേട്ടോ. ഏറ്റവും കൂടുതൽ കിച്ചണിലാണ് ഈച്ച ശല്യം ഉണ്ടാകുന്നത്. നമുക്ക് നല്ല രീതിയിൽ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ നാരങ്ങയെല്ലാം ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ഈ വെള്ളം മാത്രം എടുക്കാം. കുറച്ച് ചൂടാറിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ചൂടൊന്ന് ആറട്ടെ. നമുക്കതൊന്ന് വെയിറ്റ് ചെയ്യാം. രണ്ടാമത്തെ ടിപ്പിനുള്ള ഒരു പാത്രം കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം അത്യാവശ്യം ഒന്ന് ചൂടാറിയിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളം ഒരു പാത്രത്തിലോട്ട് ഒഴിക്കാം കേട്ടോ. കാരണം ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് പാത്രത്തിലോട്ട് ഒഴിക്കുമ്പോൾ സൂക്ഷിക്കണം. അപ്പോൾ ഈ ചൂടുവെള്ളത്തിലോട്ട് നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത് കുറച്ച് കുരുമുളകിന്റെ പൊടിയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി ആവശ്യമില്ല. വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ആ സ്മെല്ല് അറിയ പോലും ചെയ്യില്ല. പക്ഷെ പ്രാണികൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇനി അതിലോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരേ ഒരു തുള്ളി ഡെറ്റോളും കൂടെ. അപ്പോൾ ഡെറ്റോളും ഇതുപോലെ പ്രാണികളെ ഒഴിവാക്കാൻ ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ്. കാരണം ഇതൊരു ആന്റിസെപ്റ്റിക് ലോഷൻ ആയതുകൊണ്ട് അപ്പോൾ വളരെയധികം പ്രാണികളുടെ ശല്യം ഒഴിവാക്കുന്നതിന് നമ്മൾ ഡെറ്റോൾ ഉപയോഗിക്കാറുണ്ട്. ഒരു 3 ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. ഇതിൽ ഒരുപാട് കെമിക്കലായിട്ട് നമുക്ക് ആകെ ഉള്ളത്
ഡെറ്റോളാണ്. പക്ഷെ നമ്മൾ ഒട്ടുമിക്ക പേരും ഉപയോഗിക്കുന്ന ഒരു സാധനം ആയതുകൊണ്ട് നമുക്ക് വലിയ ദോഷം ഉണ്ടാവില്ല. കാരണം നമ്മൾ ഭക്ഷണം വെക്കുന്ന സ്ഥലങ്ങളിലെല്ലാം നമുക്ക് ഉപയോഗിച്ചാലും വലിയ ദോഷം വരില്ല. അപ്പോൾ മാക്സിമം നിങ്ങൾ കിച്ചണൊക്കെ തുടയ്ക്കുന്ന സമയത്ത് ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് തുടക്കുകയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ല. അപ്പോൾ കിച്ചണിലോട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്ത ടിപ്പും വീടിൻ്റെ മറ്റുള്ള ഭാഗങ്ങളിലോട്ട് ഈ ഒരു ടിപ്പും ചെയ്തു കഴിഞ്ഞാൽ ഈച്ചകളെ പൂർണ്ണമായിട്ട് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും കേട്ടോ. ഞാൻ ഈ ഒരു സൊല്യൂഷൻ ഞാനൊരു സ്പ്രേ ബോട്ടിലോട്ട് ഒഴിക്കാൻ പോവുകയാണ്. നമുക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പിൽ നമുക്കിതുപോലെ ഒരു കോട്ടൺ തുണിയിൽ ഒന്ന് മുക്കിയതിന് ശേഷം നന്നായിട്ട് തുടച്ചു കഴിഞ്ഞാൽ ഈച്ചയുടെ ശല്യം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ എവിടെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. കാരണം നമ്മളിത് മിക്സ് ചെയ്തിരിക്കുന്നത് ഗുളിക മാത്രമാണ്, ബാക്കിയുള്ള യാതൊരു കെമിക്കലും അതിൽ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഈ പരിസരത്തൊന്നും ഈച്ചയുടെ ശല്യം ഇനി മുതൽ നിങ്ങളുടെ വീട്ടിലുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏത് മഴക്കാലത്തും ഈച്ചയുടെ ശല്യം പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഈ ടിപ്പ് നമുക്ക് എവിടെ വേണമെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കാം. എവിടേക്കാണ് നമുക്ക് ഈച്ചയുടെ ശല്യം ഉണ്ടെങ്കിൽ ആ ഭാഗത്തെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈച്ചയുടെ ശല്യം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റും. ടിപ്പ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി മുതൽ നിങ്ങളുടെ വീട്ടിൽ ഈച്ചയുടെ ശല്യം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റും. ചേട്ടൻ പരീക്ഷിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ചെയ്ത് നോക്കുക. ബെഡ്റൂമിലും കിച്ചണിൽ ഡൈനിങ് റൂമിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് സ്പ്രേ ചെയ്യാം. നിലം തുടയ്ക്കുന്ന സമയത്ത് ആ വെള്ളത്തിൽ ഈ ഒരു സൊല്യൂഷൻ മിക്സ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറെ ഫിനോയിലിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. അപ്പോൾ മഴക്കാലത്തും വേനൽക്കാലത്തും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈച്ചയുടെ ശല്യം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ഈ ഒറ്റ കാര്യം നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് ഈച്ച ഒഴിവാക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിലും യാതൊരു ചെലവുമില്ലാത്ത 2 ടിപ്സുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് യൂസ്ഫുൾ എന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് സെലക്ട് ചെയ്തിട്ട് വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ രണ്ടും നല്ല യൂസ്ഫുള്ളായ ടിപ്പുകളാണ്. അപ്പോൾ ഇനി മഴക്കാലത്തും വേനൽക്കാലത്തും ഈച്ചയുടെ ശല്യം പൂർണ്ണമായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അടുത്ത വെറൈറ്റി ടിപ്സുമായി കാണുന്നവരേക്കും വീണ്ടും ഗുഡ് ബൈ.